ട്രംപിന് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വിക്ടറി ഇമേജ് വേണം. ചുമ്മാ നിർത്തി പോകാൻ പറ്റില്ല. നാട്ടിൽ സെല്ല് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവിടെ പരാജിതനായി ഇപ്പോൾ തന്നെ അവിടെ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നവംബറിൽ മിഡ് ടേം ഇലക്ഷൻ വരാൻ പോവാണ്. അതിൻ്റെ പ്രൈമറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വിക്ടറി ഇമേജ് ഇങ്ങേർക്ക് വേണം. ആ വിക്ടറി ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇറാൻ സന്നദ്ധമല്ല. അതുകൊണ്ടാണ് ഇറാൻ മടപിടിക്കുന്നത്. സമ്മതിച്ചേക്കാം എന്നൊക്കെ, ഓക്കെ ഫൈൻ, പ്രശ്നമില്ല എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി ട്രംപ് ചിലപ്പോൾ നിർത്തി പാക്ക് ചെയ്ത് പോകും. പക്ഷെ അതിന് ഇറാൻ സമ്മതിക്കുന്നില്ല. അതാണതിൽ ചില ആളുകൾ അടികൂടുമ്പോൾ കാണില്ല, രണ്ടെണ്ണം ഇങ്ങനെ പിടിച്ചു നിൽക്കും. അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ആരെങ്കിലും വന്ന് തള്ളി മാറ്റി തരണമെന്നാണ്. പക്ഷെ സ്വന്തം നിലക്കാരും തള്ളി മാറ്റില്ല. അപ്പോൾ അങ്ങനെ തള്ളി മാറ്റാൻ പറ്റുന്നൊരു ഗ്ലോബൽ പ്ലെയറൊന്നും ഇപ്പോൾ ഇല്ല. ഒരു ഭ്രാന്തൻ നയിക്കുന്ന ലോകത്ത് നമ്മളിത്തരം ഭ്രാന്തമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ആക്റ്റീവ് വാറിലേക്ക് പോകില്ല. പക്ഷേ ഒരു ഫ്രോസൺ വാർ എന്നുള്ള നിലയ്ക്ക് ഇതിങ്ങനെ നിൽക്കും. പക്ഷെ അത് ലോക സമ്പദ്ഘടനയെ വലിയ തോതിൽ ബാധിക്കും. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനെ പോലുള്ള യൂറോപ്യൻ യൂണിയനാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ കുറച്ചും കൂടെ ഗൗരവത്തിൽ ഇതിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക അല്ലാതെ വേറെ നിർവാഹമില്ല.